ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എണ്ണ കാച്ചുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് ബ്രഹ്മയാണിത്. ബ്രഹ്മി എന്നാണ് നമ്മുടെ അവിടെയൊക്കെ ആലപ്പുഴയിലൊക്കെ ഇതിന് പറയുന്നത്. ഇത് എൻ്റെ വേര് സഹിതം വേണം എടുക്കാനായിട്ട്. പിന്നെ ആദ്യം കാണിച്ചത് മൈലാഞ്ചിയുടെ ഇലയായിരുന്നു. അതും ഈ ബ്രഹ്മി എടുക്കുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ട് കേടൊന്നുമില്ലാത്ത ഇലയെല്ലാം തപ്പി നമ്മൾ എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിന് ആലപ്പുഴയിലൊക്കെ ഇതിന് കയ്യെണ്ണ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ കോട്ടയത്തൊക്കെ കയ്യോന്നിന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ആ സാധനം, കയ്യോന്നി എന്ന് പറയുന്നത്. പിന്നെ നമ്മളിതേണ്ട അലോവേരയുടെ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു വലിയ ഒരു തണ്ടിൻ്റെ തന്നെ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും അത് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ എല്ലാം കഴുകി വാരിയെല്ലാം വൃത്തിക്ക് എടുക്കുന്നുണ്ട്. പുഴുവൊന്നും ഇല്ലാത്ത, എട്ടുകാലി വിലയൊന്നും ഇല്ലാതെ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. അങ്ങനെ ഇതെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. പണ്ടൊക്കെ എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ നിറച്ച് മുടിയായിരുന്നു. രണ്ട് കയ്യിൽ പിടിച്ചാൽ പോലും ഒതുങ്ങാത്ത അത്രയ്ക്ക് മുടിയുണ്ടായിരുന്നു അന്ന് എനിക്ക്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എൻ്റെ മുടിക്ക് നീളം മാത്രമേ ഉള്ളൂ, ഒട്ടും ഉള്ളില്ല. ഒരു കൈ പോലും പിടിക്കാനുള്ള അത്ര മുടിയില്ല. അതുപോലെ മുടിയെല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് അലോവേരയാണ് കേട്ടോ. നമ്മുടെ കറ്റാർവാഴ അമ്മ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളും അമ്മ ഇതുപോലെ തന്നെ അരിഞ്ഞരിഞ്ഞ് ആ പാത്രത്തിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുടി ഇപ്പം എന്താ എനിക്ക് മുടിയില്ലാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കത്തില്ല, സൂക്ഷിക്കില്ലാത്തതുകൊണ്ട് മാത്രം പോയതാണ് എൻ്റെ മുടിയെ. അല്ലാതെ എണ്ണയുടെ കുഴപ്പമൊന്നുമില്ല. അമ്മ എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ എനിക്ക് എണ്ണ കാച്ചി തരുമായിരുന്നു. എൻ്റെ അഹങ്കാരത്തിന് ഞാനിതൊന്നും ഉപയോഗിക്കത്തില്ല. എനിക്ക് എണ്ണയൊന്നും എനിക്ക് വേണ്ട. എനിക്ക് എണ്ണയൊന്നും വെക്കാനായിട്ട് ഭയങ്കര മടിയുള്ള കൂട്ടത്തിൽ. വീട്ടിലെന്ന് പറഞ്ഞാൽ അമ്മ എന്നെ പിടിച്ച് അങ്ങോട്ട് വെച്ച് എൻ്റെ തലയിലോട്ട് ഇങ്ങനെ ഒഴിച്ച് തരുമായിരുന്നു എണ്ണ. പക്ഷേ ഞാൻ കല്യാണത്തിന് ശേഷം എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ എണ്ണ അങ്ങനെ വല്ലപ്പോഴും അങ്ങനെ എണ്ണ വെക്കുമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേണ്ട അമ്മ കറിവേപ്പില എടുക്കുന്നുണ്ട്. കറിവേപ്പില ഒരു പിടി നിറച്ച് അമ്മ എടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് രാത്രിയിലൊക്കെ അമ്മ പണ്ട് എനിക്ക് മുടി കെട്ടി വെച്ച് തരുമായിരുന്നു രാത്രി കിടക്കാൻ നേരത്ത്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ആദ്യമൊക്കെ അങ്ങനെ പിന്നി കെട്ടിയിട്ടുണ്ടൊക്കെ കിടക്കും. ഇപ്പം മുടിയൊക്കെ ഇങ്ങനെ പറന്ന് പന്തൽ പോലെ എപ്പോഴും ഒരിക്കലും ഞാൻ സൂക്ഷിക്കാറില്ല മുടി. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്ത പോലായിരുന്നു. പക്ഷേ ആദ്യ സമയത്തൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഒത്തിരി മുടിയുണ്ടായിരുന്നു. ഞാൻ ഇരിക്കുന്നത് പോലും എൻ്റെ മുടിയിലായിരുന്നു. അത്ര മുടി രണ്ട് കയ്യിൽ പിടിച്ചാൽ പോലും ഒതുങ്ങാത്ത അത്രയ്ക്ക് മുടിയുണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു. അതുപോലെ എനിക്ക് മുടിയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മ ചെറിയ ഉള്ളിയും കൂടെ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കിലോ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത്രയും വെളിച്ചെണ്ണ പോരായിരുന്നെന്ന് അമ്മ എന്നോട് പറഞ്ഞു. കുറേ കൂടെ വേണ്ടിയിരുന്നു. പക്ഷേ നമുക്ക് വീട്ടിൽ അന്നേരം എണ്ണ ഇല്ലായിരുന്നേ. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ അമ്മയെ കാണാൻ വേണ്ടി, അമ്മയ്ക്ക് പനിയായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അമ്മയെ കാണാൻ വേണ്ടി ഞാൻ പോയപ്പോൾ അമ്മ അവിടെ അമ്മ എന്നോട് ചോദിച്ചു, അടിമോനെ അവിടെ എണ്ണ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ എണ്ണ ഇല്ലെന്ന്. അപ്പം തന്നെ എഴുന്നേറ്റ് പോയി ഈ കണ്ട സാധനങ്ങളെല്ലാം പോയി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പറിച്ചു. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് എല്ലാം പറിച്ചുകൊണ്ട് വന്ന് കഴുകി പെറുക്കി എണ്ണ കാച്ചി തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഇതെല്ലാം കൂടെ മിക്സിയിൽ കുറച്ചായിട്ട് എടുത്ത് അരച്ചെടുത്ത് അത് അരിപ്പയ്ക്കകത്തോടെ പിഴിഞ്ഞ് അതിൻ്റെ നീര് മുഴുവനും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ കാണിച്ച് വെളിച്ചെണ്ണ 1/2 കിലോ ഉള്ളൂ. പക്ഷേ 1/2 കിലോ പോരാ. 1/2 കിലോ വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ പനിയായിട്ട് മുഖം മുഴുവൻ നീര് വെച്ച് പൊതുങ്ങിയിരിക്കും. അത്രയ്ക്ക് പനിയായിട്ട് കുറേ ദിവസമായിട്ട് പനിയൊന്നും കുറയാതെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ സ്കൂൾ തുറന്ന ഒരു സമയം കൂടെ ആയതുകൊണ്ട് എനിക്ക് വീട്ടിലോട്ട് പോകാനും പറ്റിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ അമ്മേനെ കാണാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കിന് ഇങ്ങനെ എണ്ണ കാച്ചി തന്നു വിട്ടതാണ് എനിക്ക്. അപ്പോൾ നമ്മൾ അമ്മ എണ്ണ ഒഴിച്ചു. പിന്നെ വീട്ടിലുണ്ടായിരുന്ന എണ്ണയാണെങ്കിലും വീട്ടിലും എണ്ണ കുറച്ചേ ഉണ്ടായിരുന്നില്ല, എണ്ണ തീർന്നിരിക്കുമായിരുന്നേ. അപ്പോൾ അതിൽ നിന്നും കൂടെ അമ്മ ഒരു ശകലം വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ അത് പോരാന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണ വെച്ച് തന്നെ നമ്മൾ കാച്ചി എടുക്കുമായിരുന്നേ. ഇതിനി നന്നായിട്ട് നമ്മൾ ചൂടാക്കി കണ്ടോ, കുറച്ച് എണ്ണ നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് സ്റ്റൗ നന്നായിട്ട് ഓണാക്കി ഇങ്ങനെ കൈവിടാതെ അമ്മ ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി നേരം ഇളക്കിയതേ ഉള്ളൂ, ബാക്കി അമ്മ തന്നെയാണ് ചെയ്തു തന്നത്. ഇതിങ്ങനെ തിളയ്ക്കുമ്പോൾ ഇതിങ്ങനെ പതയായിട്ട് ഇങ്ങനെ പതഞ്ഞ് ഇങ്ങനെ വരുവേ. കുറേ നേരം ഇളക്കി ഇത് നന്നായിട്ട് ഇളക്കി വരുമ്പോഴത്തേക്കിന് ഈ പത ഇങ്ങനെ കുറഞ്ഞ് വരും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കിന് ലാസ്റ്റ് ആകുമ്പോൾ ഈ പതയൊക്കെ മാറി വറ്റി വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ്, ഒട്ടും പതയില്ലാതെ വരുമ്പോഴാണ് ഈ എണ്ണ കാച്ചുന്ന കറക്റ്റ് പാകത്തിലാകുന്നത്. ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട് പത. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഷെയർ ചെയ്യണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. താങ്ക് യു.